നമസ്കാരം, ഞാൻ ഡോക്ടർ ഷാന. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആൻഡ്രോപോസിനെ കുറിച്ചാണ്. പെണ്ണുങ്ങളിൽ മെനോപോസ് ഉള്ളതുപോലെ തന്നെ ആണുങ്ങളിൽ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ആൻഡ്രോപോസ്. ഏജിങ് കാരണം സാധാരണയായിട്ടുള്ള ടെസ്റ്റോസ്റ്ററോണിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്ന കണ്ടീഷനെയാണ് ആൻഡ്രോപോസ് എന്ന് പറയുന്നത്. ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ് കണ്ടീഷനിലൂടെ കടന്നു പോകുമ്പോൾ 30-40 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ എല്ലാവർക്കും ഇല്ല, ചില ആളുകൾക്ക് ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കുറച്ചായിട്ട് കുറഞ്ഞു വരാൻ തുടങ്ങും. അതൊന്ന് ഏജ് കൊണ്ടാവാം, വണ്ണം കൂടുന്നത് കൊണ്ടാവാം, അതുപോലെ ചില മെഡിക്കേഷൻസ് എടുക്കുന്നത് കൊണ്ടോ ആവാം. വെയിറ്റ് കൂടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റ് സെൽസ് ഈസ്ട്രോജനെ പ്രൊഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ സാധാരണയായിട്ട് ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാവേണ്ട സ്ഥലത്ത് ഈസ്ട്രോജന് പ്രൊഡക്ഷൻ കൂടുന്നു. അത് കാരണം ആണുങ്ങളിൽ ഭയങ്കരമായിട്ട് ഇറിറ്റബിലിറ്റി ഉണ്ടാക്കുന്നു. ഇതിനെയാണ് ഇറിറ്റബിൾ മെയിൽ സിൻഡ്രോം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിക്കോട്ടിന്, സ്മോക്കിങ്, ഡ്രഗ്സ് യൂസ് ചെയ്യുക, ആൽക്കഹോൾ കൺസപ്ഷന്, ഇതൊക്കെ ആൻഡ്രോപോസിന് കാരണമാകുന്നുണ്ട്. മെന്റൽ കണ്ടീഷൻസ്, ഡിപ്രഷന്, ദേഷ്യം, ബ്രേക്കപ്പ്, ഇതുപോലെയുള്ള കണ്ടീഷനും ആൻഡ്രോപോസിന് കാരണമാകുന്നു. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? ഭയങ്കര ദേഷ്യം വരിക, എന്ത് കാര്യത്തിനും ദേഷ്യം വരിക, ക്ഷമ ഇല്ലാതിരിക്കുക, സർക്കാസ്റ്റിക് ആയിട്ട് ഒരാളെ കളിയാക്കിക്കൊണ്ടിരിക്കുക, ഭയങ്കര ആങ്സൈറ്റി ഉണ്ടാകും, പിരിമുറുക്കങ്ങൾ, എല്ലാവരോടും ഒരു തരം ദേഷ്യം, ഒരു തരം ശത്രുതയും ഒക്കെ ഫീൽ ചെയ്യുക, എപ്പോഴും ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുക, നോർമലി ഒരു ഇൻട്രസ്റ്റ് ഒക്കെ പോവുക, ഒരു നിരാശ ഫീൽ ചെയ്യുക, പിൻവലിച്ചില് റിലേഷൻഷിപ്പിൽ നിന്നൊക്കെ ബാക്ക് ഔട്ട് ചെയ്യുക, ഭയങ്കര ഡിമാൻഡിങ് ആവുക, അതുപോലെ തന്നെ ഡിഫെൻസീവ് ആവുക, പെട്ടെന്ന് സങ്കടം വരിക, പിന്നെ എന്ത് ചെയ്തു കൊടുത്താലും ഒരു തൃപ്തി ഇല്ലാതെ വരിക. അപ്പോൾ ഇതൊക്കെ കൂടുതലും ആൻഡ്രോപോസ് ഉള്ള ആണുങ്ങളിൽ കാണിക്കുന്ന സിംറ്റംസ് ആണ്. ഇത് കാരണം അവരുടെ റിലേഷൻഷിപ്പും ബാക്കി കാര്യങ്ങളും ജോലിയും കാര്യങ്ങളും എല്ലാം എഫക്റ്റ് ചെയ്യും. ആൻഡ്രോപോസ് ഉള്ള ആണുങ്ങളിൽ മസിലിന്റെ മാസും സ്ട്രെങ്ത്തും കുറയാൻ തുടങ്ങും. ശരീരത്തിലും ചെസ്റ്റിലൊക്കെ ഉള്ള രോമങ്ങൾ കൊഴിയാൻ, സെക്സിനോട് താല്പര്യം ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവും, കോൺട്രൻസിറ്റി കുറയുക. ആൻഡ്രോപോസ് എല്ലാ ആണുങ്ങളിലും കാണുന്ന നിർബന്ധമൊന്നുമില്ല. 40 വയസ്സ് കഴിയുമ്പോൾ ചില ആണുങ്ങളിൽ, എല്ലാവരിലും ചെറിയ എമൗണ്ട് ഓഫ് ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇങ്ങനത്തെ സിംറ്റംസ് സാധാരണയായിട്ട് ചെറിയ രീതിയിലൊക്കെ ആണുങ്ങൾക്ക് ഇങ്ങനത്തെ എല്ലാ സിംറ്റംസും കാണിക്കാറുണ്ട്. എന്നാൽ ഇത് കൂടുതലായിട്ട് കാണിക്കുകയാണെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, സ്ട്രെസ് ലെവൽ കൂടുതലാണോ എന്ന് നോക്കുക. ഇതിനൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ട്രീറ്റ്മെൻറ്റ്സ് എടുത്ത് കൗൺസിലിങ്ങും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ മാറാത്ത പ്രശ്നങ്ങളില്ല. താങ്ക് യു.